400ഓളം മാനസിക രോഗികളെ കഴിഞ്ഞ 27 വർഷങ്ങളായി പരിപാലിക്കുന്നൊരു മനുഷ്യൻ. സമൂഹത്തിന് വേണ്ടാത്ത അഗതികളെയൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നൊരു മനുഷ്യൻ. മരിയാസദനം സന്തോഷ് എന്നറിയപ്പെടുന്ന ശ്രീ സന്തോഷ് ജോസഫ്, സ്വാഗതം. ഈ മാനസിക രോഗികളെ അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത ആളുകളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോരാൻ പ്രചോദനമായ സംഭവം എന്തായിരുന്നു? അത് വാസ്തവത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലൊരു ഈശ്വരാന്വേഷണം ഉണ്ടല്ലോ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നത് മിക്കവാറും ഒരു നിൽക്കുകകളില്ലാത്ത കാലത്താണ്. അപ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടായി. അപ്പോൾ പലതരത്തിലുള്ള പ്രാർത്ഥന ധ്യാനങ്ങളൊക്കെ കൂടിയെങ്കിലും എനിക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് തോന്നിയ ഒരു സെൻറ്റൻസ്, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, ഭവനടിക്കുന്നതിനെ വീട്ടിൽ സ്വീകരിക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക എന്നിങ്ങനെയുള്ള വാക്കുകളാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചപ്പോൾ കുറേ യാചകരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു ദിവസത്തെ പ്രോഗ്രാം വെച്ചു. നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുത്തു വിട്ടു. പിന്നീട് അതിലൊരാൾ എന്നോട് ചോദിക്കുകയാണ്, ഇങ്ങനെ തിരിച്ചു വിടാനാണ് എന്തിനാണ് കൊണ്ടുവന്നത്, എനിക്ക് കിടക്കാൻ സ്ഥലം തരാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭാര്യയും 3 കുട്ടികളും, മൂന്നാമത്തെ ആൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ തോമസേട്ടനെ വീട്ടിൽ താമസിപ്പിച്ചു. ഫാദറൊക്കെ വന്നാൽ കിടക്കുന്ന കട്ടിലെ തന്നെ കിടത്ത്. അദ്ദേഹം മാനസിക രോഗിയായിരുന്നോ? ആ, മാനസിക രോഗിയായിരുന്നു. ഈ മാനസിക രോഗിയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പം അങ്ങനെ സ്ഥിരതയില്ലാതെയൊക്കെ പ്രവർത്തിച്ച് കളയില്ലേ? ആ, തീർച്ചയായിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് അങ്ങനെ ഒരാളെ മാനേജ് ചെയ്യുക? മാനേജ് ചെയ്യാൻ എനിക്ക് എന്തോ അദ്ദേഹത്തോടൊരു നല്ലൊരു അടുപ്പം തോന്നി. പറഞ്ഞാൽ അനുസരിക്കും, നമ്മൾ പറയുന്നത് അനുസരിക്കും. പക്ഷെ ചില സമയത്ത് ദേഷ്യപ്പെടുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ ഞാൻ നമ്മുടെ അന്നത്തെ നെയ്ബറായിരുന്നു ഡോക്ടർ റോയ് ഇബ്രാഹിം കല്ലുവേൽ, പുള്ളിയെ പോയി കണ്ടു. ഇയാൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. സാറേ എഴുതിക്കപ്പോൾ തന്നെ പറയാം, ചീട്ട് കളഞ്ഞേക്കരുത്, നിൻ്റെ വേറെ യാതൊരു ഇതുമില്ല, ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതൊരു വലിയ ബന്ധമായിട്ട് മാറി. അപ്പോൾ വലിയൊരു ലോക പ്രശസ്തനായ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സപ്പോർട്ട് കൂടെ ഉണ്ട്. പിന്നെ രണ്ടാമതാളായി, മൂന്നാമതായി. ഇതെങ്ങനെ ഈ രണ്ടാമത്തെ ആളൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരാളെ സ്വീകരിക്കുന്നുണ്ടോ നാട്ടുകാരറിഞ്ഞു? ഇതൊരു വിപ്ലവമായില്ലേ. അന്നേ പറയാം, ജോസിൻ്റെ വായന എന്തോ പ്രശ്നമുണ്ട്. ഈ വരുന്നവർക്കല്ല മാനസിക രോഗം, ഇത് നടത്തുന്നവർക്കാണെന്ന് പറഞ്ഞു തുടങ്ങി. ഇത്തരം ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് തരാൻ പറ്റുന്ന ഒരു സ്ഥലമാണിതെന്ന് ക്രമേണ ആളുകൾ അറിഞ്ഞു അല്ലേ? അവർ ഈ മാനസിക രോഗമുള്ളവരെ ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അത് നാട്ടിൽ അലഞ്ഞു നടന്നവരൊക്കെ ആയിരുന്നു. അതെ, നാട്ടിൽ അലഞ്ഞ് നടക്കുന്നവർ, വീടുകളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നവർ. മിക്കവാറും ഒരു വൈകുന്നേരങ്ങളിലാണ് വീടുകളിൽ പ്രശ്നം ഉണ്ടാകുന്നത്. എവിടെയെങ്കിലും പണിക്കൊക്കെ പോവും, ഇച്ചിരി കള്ളു കുടിക്കുന്ന ആളോ ചില മാനസിക വിഭ്രാന്തിയുള്ള ആളാകാൻ ചിലപ്പോൾ. അപ്പോൾ വീട്ടുകാർ വിളിച്ച് പറയുമോ ഇയാളെ ഒന്ന് കൊണ്ടുപോകണം? അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയും. രാത്രി പോലീസ് ചെന്ന് കഴിയുമ്പോൾ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വെക്കാൻ നിയമമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലൈസ് ചെയ്യണം. ഹോസ്പിറ്റലിൽ പോയാലത്തെ വിഷയം എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു ആശുപത്രി പോയാൽ അങ്ങനെ ഒരു മാസം 50,000 രൂപയിലും വാങ്ങിക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ ബൈസ്റ്റാൻഡർ വേണ്ടി വരും. എന്നാലും സീറ്റില്ല, സ്ഥലം വളരെ പരിമിതമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ NGOസിൻ്റെ സ്ഥാപനങ്ങൾ ഏതെങ്കിലുമൊക്കെ ടൗൺഷിപ്പിൽ കാണും, അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കുക എന്നുള്ളതാണ്. 6 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എത്ര പേരായിട്ടുണ്ടാവും അവിടെ? 6 മാസം ആയപ്പോഴേക്കും ഒരു 30 പേരോളം. ഓ, ശരി. അത്ര പെട്ടെന്ന് ആൾക്കാർ വരും. ഇത് ഇങ്ങനെ നോക്കാൻ ആളോട്ടെന്ന് അറിഞ്ഞപ്പോഴേ ആളുകൾ കൊണ്ടുവന്ന് വിട്ടു. അതെ അതെ അതെ. അപ്പോൾ ഇങ്ങനെ ഈ 30 പേരെ നിങ്ങൾ ഒരു ദിവസം എന്താണ് ചെയ്യേണ്ടി വരുന്നത്? അവരുടെ എല്ലാ കാര്യവും നിയന്ത്രിക്കണം. അതെ അതെ അതെ. ആദ്യ കാലങ്ങളിൽ എന്ന് വെച്ചാൽ ഇവരുടെ വസ്ത്രം കഴുകണം, അവരെ ഷേവ് ചെയ്യണം, കുളിപ്പിക്കണം, അതുപോലെ ഭക്ഷണം പാചകം ചെയ്യണം, വിളമ്പി കൊടുക്കണം, പാത്രം കഴുകണം, അവർക്ക് മരുന്ന് കൊടുക്കണം. ഇവരെന്തെങ്കിലും ചെയ്യുമോ സ്വയം? അവർ പതുക്കെ അസുഖം ഭേദമായവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള ഇപ്പോൾ ഒരു 60 പേരാണ് മരിയാസനത്തിൻ്റെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തുന്ന വോളണ്ടിയേഴ്സ് എന്ന് പറയും. ബാക്കി ഒരു 50-55ഓളം സോഷ്യൽ വർക്കേഴ്സ്, സൈക്കാട്രിക് നേഴ്സസ്, ഡോക്ടേഴ്സ്, ലാബ് ടെക്നീഷ്യനൊക്കെ ഉണ്ട് ഇപ്പം. ഇത്രയേറെ മാനസിക രോഗികളെ മാനേജ് ചെയ്യേണ്ടി വരുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ, ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. അതെന്തൊക്കെയായിരുന്നു ആദ്യകാലത്ത്? അത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം വരുന്ന സമയങ്ങളിലാണ് ഈ പ്രശ്നമുള്ളൂ. അതേ നമ്മൾ ആരാണെന്നൊരു തിരിച്ചറിവ്, അവരുള്ള ഇടപഴകൽ എന്താണ്, ഒരിക്കലും ഒരു ശത്രുവല്ലാന്ന് തിരിച്ചറിഞ്ഞാൽ അവർ കൂടെ നിൽക്കും. പിന്നെ വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അവർ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരിക്കലും ഈ തുടക്കകാലത്ത് ഒരു കുരിശുപള്ളിക്കാവിലെ 2 പേര് മാനസിക രോഗികൾ നിൽക്കുക പാലായിൽ. അപ്പോൾ 2 പേരെന്ന് വെച്ചാൽ നല്ല ഹെൽത്തിയാണ്. ഒരാൾ നല്ല 6 അടി പൊക്കമുണ്ട്, ഉണ്ണികൃഷ്ണനും ജോസും എന്നാണ് പേര്. അവർ തലേ ദിവസമാണ് കുട്ടാപ്പിൽക്കാരുടെ വീട്ടിൽ കയറി ചെടിയെല്ലാം കട്ട് ചെയ്യുകയോ വലിച്ചു പറിക്കുകയോ ഒക്കെ ചെയ്ത് ഇച്ചിരി ഓളം വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഫോൺ വന്നു, ഇങ്ങനെ ഒരു 2 മാനസിക രോഗികളുണ്ട്, പിടിച്ചുകൊണ്ട് പോകണമെന്ന്. ആരാ വിളിച്ചറിയത്തില്ല, വിളിച്ച് ടൗണിലുള്ളൊരു പാർട്ടി. അപ്പം നമുക്ക് ഫോണില്ല, അപ്പുറത്തെ വീട്ടിലുള്ള. അപ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞു, ഞാൻ വേറെ ഓട്ടോറിക്ഷ എടുത്ത് ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോഴത്തേനും ഓട്ടോ ആയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾ കളി കാണാൻ വേണ്ടി നിൽക്കുക. അതായത് ഒരു സംഘടന പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു അടുത്ത സുഹൃത്ത് വന്നിട്ട് ചെവി വന്നിട്ട് വിട്ടുപോകുക, അതാ നല്ലത്,
കാരണം അമ്മമാരെ ഇളകി നിൽക്കുന്നവരാണ് ഉപദ്രവിക്കുന്നത്. ഞാനന്നേരം രണ്ടും കൽപ്പിച്ച് ഇവരുടെ പേരെന്നാണെന്നറിയോ? അപ്പോൾ ഒരാൾ പറഞ്ഞാൽ അവൻ്റെ പേര് ജോസ് എന്നാണ്, വാഗമണ്ണുകാരനാണ്, ഇവനെ ഇവിടെ ഒന്നും അറിയത്തില്ല. ഞാൻ വെറുതെ ജോസെ ഒരു നല്ല കനത്തിലങ്ങ് വിളിച്ചു. പുള്ളി നേരെ എന്തോന്നാണ് തിരിച്ചു വിളിയെടുക്കുന്നത്. നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കയറി, ഉണ്ണികൃഷ്ണനും കയറി, രണ്ടുപേരെയും. അവിടെ ജോസ് എനിക്ക് തോന്നുന്ന ഒരു 1-2 ആഴ്ച കൊണ്ട് അവിടെ വിറക് വെട്ടുന്ന ആളായിട്ട് മാറി. ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും ഉണ്ട്, ജോസ് വേറൊരു സ്ഥാപനത്തിലാണ്. ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും ചോദിക്കും പറയുന്നത് എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. സന്തോഷം നേരെയായിട്ടില്ല. സന്തോഷേട്ടൻ മൂത്തമാണ്, 5 വയസ്സാണ് ഇപ്പോഴും. ഇപ്പോൾ ഒരു 50-60 വയസ്സ് പ്രായം. അങ്ങനെയുള്ള ഒത്തിരി കഥാപാത്രങ്ങൾ. ഇതൊക്കെ ആദ്യകാലത്തെ ആൾക്കാരാണ്. വേറൊരാൾ, അതായത് ഭാര്യയെ പ്രസവം കഴിഞ്ഞിട്ട് ഭാര്യയെ വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ ഭാര്യയ്ക്കും അല്പം മാനസിക രോഗമുണ്ട്, ഇവനുമുണ്ട്. അപ്പോൾ ഈ പുള്ളിയുടെ ഫാദർ ഈ പാർട്ടി ഓഫീസിൻ്റെ വാതിക്കലിരുന്ന് തയ്ച്ചുകൊണ്ടിരുന്ന ഒരു ആശാൻ എന്ന് പറഞ്ഞു, ആശാൻ്റെ മകൻ. ഇവർ മുരിക്കുമ്പഴ ഭാഗത്താണ്. വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ വീട്ടിലെ വയറിംഗ് എല്ലാം കുത്തിപ്പറിച്ചു. ഈ കൊച്ചിന് ഭാര്യ പാല് കൊടുക്കുന്നപ്പോൾ അതിനെ മേടിച്ചുകൊണ്ട് കിണറ്റിടാൻ തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെ വന്നയാളാണ്. പക്ഷെ പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുക. നിനക്കാരാണ് എന്നെ ഇങ്ങനെ കസ്റ്റഡി വെക്കാനായിട്ട് അധികാരം തന്നെ. അപ്പം നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. പക്ഷെ പിന്നീട് ഞാനത് ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഡോക്ടറിന് പുള്ളി ഒരു സല്യൂട്ടൊക്കെ അടിച്ചു. റോയ് ഡോക്ടറല്ലേ എന്നെ അച്ഛൻ കൊണ്ടുവന്ന് ചികിത്സിച്ചിട്ടുള്ളത്, അതൊക്കെ പറഞ്ഞു. അപ്പം വളരെ കൂളായി. പിന്നീട് ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ മരിയ സ്ഥാനത്തിലെ മെയിൻ ആളായിട്ട് പുള്ളിയുടെ പേരും സന്തോഷം എന്നാണ്, ആശാ സന്തോഷം എന്ന പേരിൽ. കഴിഞ്ഞ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇച്ചിരി ആരോഗ്യം ഒക്കെ പോകുന്നത്. ആരെ ഇങ്ങനെയുള്ള അഗതികളായിട്ടാണ് മെഡിക്കൽ കോളേജിലോ ഗവൺമെൻറ് ആശുപത്രിയിലോ എവിടെയും കിടന്ന ബൈസ്റ്റാൻഡർ പുള്ളിയായിരുന്നു. പുള്ളി കൂടെ പോയി നിന്നോളൂ. ഇതിനകത്ത് ഈ വന്നു കൂടുന്നതിനകത്ത് ക്രിമിനൽ സ്വഭാവമുള്ളവരും ഇല്ലേ ഒത്തിരി പേര്? ഉണ്ട്. സാധാരണഗതി ക്രൈം ചെയ്തവരൊക്കെ വന്ന് ഇതിനകത്ത് കൂടില്ലേ? ആദ്യ കാലത്ത് പോലും ഇടുക്കിക്കാരൻ ഒരാൾ അളിയനെ കോടാലിക്ക് അടിച്ചു വന്ന ഒരാൾ. പക്ഷേ ഈ കഥയൊന്നും നമുക്കറിയത്തില്ല. പുള്ളി ഉളമ്പാറയിലാണല്ലോ ഈ തിരുവനന്തപുരത്ത് മെൻ്റൽ ഹെൽത്ത് സെൻ്റർ. അപ്പോൾ ശിക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പുള്ളി ക്രൈം ചെയ്യുന്ന സമയത്ത് പുള്ളി അബ്നോർമലാണ്. അത് പ്രൂവ് ചെയ്തുകൊണ്ട് പുള്ളിയെ കോടതി വെറുതെ വിടുക ഇല്ലല്ലോ, അവരെ ഇങ്ങനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വിടുക. ആദ്യം കേന്ദ്രത്തിൽ വിട്ടു. അത് കഴിഞ്ഞ് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് പതുക്കെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഇവനുള്ള 2 സഹോദരിമാരാണ്. ഇവനൊരു 6 അടി പൊക്കം ഒക്കെ 5 ഉള്ള ആൾ, ഹൈറ്റും ഒക്കെ ഉള്ള ഒരാളാണ്. അതുപോലെ സഹോദരിമാർ നല്ല ഹെൽത്തിയാണ്, കൂലിപ്പണിക്കാരാണ്. അപ്പോൾ അവർ എങ്ങനെയോ ഇതറിഞ്ഞിട്ട് എന്നെ വന്ന് കണ്ടു. അതിനൊരു ആങ്ങളയുണ്ട്. ഈ കാര്യം ആദ്യം പറഞ്ഞില്ല. അപ്പം അങ്ങനെ നമ്മളിവിടെ എടുക്കണ്ടായി. പിന്നീട് അറിഞ്ഞു, ഇവൻ്റെ വായിൽ നിന്ന് തന്നെ വന്നു. ബാക്കിയുള്ളവർക്കൊക്കെ പേടിയാൻ തുടങ്ങി. പക്ഷേ പിന്നീട് അങ്ങനെ ഒരു പുള്ളി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 20-26 വർഷത്തോളമായിട്ടുണ്ട്. പുള്ളി വയലൻ്റ് ആയിട്ടില്ല. പുള്ളി വളരെ മരുന്നിനോട് പ്രതികരിച്ചും അവിടെ ജീവിക്കാം എന്നുള്ള തീരുമാനത്തിൽ. അതെ, വേറെ പുറത്തോട്ടൊന്നും പോകാൻ ആഗ്രഹമില്ല എന്ന് പറയും. ഇപ്പോൾ എനിക്കൊരു ജീവിതമില്ല, ഞാൻ എന്തായാലും പറ്റുന്ന സഹായം ഇവിടെ ചെയ്തോളാം. മേശ ഉടയ്ക്കാനോ ഇച്ചിരി ഭക്ഷണം വിളമ്പി കൊടുക്കാനോ കൂടും. അങ്ങനെ ഇവരുടെ കൊച്ചു കോൺട്രിബ്യൂഷൻസും കൂടെ ഉണ്ട്. ഇതുപോലെ വേറെയും ഈ ക്രൈം കമ്മിറ്റ് ചെയ്ത ആളുകളെ വേറെയും വരാറുണ്ടോ? ഉണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇവിടെ അടുത്തൊരു പ്രദേശത്ത് സഹോദരിക്ക് മാനസിക പ്രശ്നമുണ്ട്. അങ്ങനെ ഈ ആള് വലിയ സ്ഥാനത്ത് വന്ന് സഹോദരിയെ കാണാൻ വരുമായിരുന്നു. സഹോദരി ഇവിടെ ഉണ്ട്. വല്ലാതെ വയലൻസ് ഉള്ള. അപ്പോൾ ഇവന് മാനസിക പ്രശ്നമുണ്ട്, ചെറുതായിട്ട്. അപ്പം അതിൻ്റെ കൂടെ ആൽക്കഹോൾ യൂസ് ചെയ്തു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ബോധം ഇല്ലാത്ത അവസ്ഥയായി. വേറെ ആരൊക്കെയോ വഴിക്കൊന്നും കൊടുക്കുകയും ചെയ്തു. വീട്ടിൽ ചെന്നിട്ട് അബ്നോർമലായി. അമ്മ ആയിട്ട് വഴക്കുണ്ടാക്കി. അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ പുള്ളി അമ്മയോട് പയ്യെ തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു. ഒരു സംഗതി എടുത്തിട്ട് പുറകിൽ നിന്ന് കൊടുത്തു. അടിച്ച് തല ധരിപ്പിച്ച് സ്പോട്ടിൽ ആളും പോയി. അത് കഴിഞ്ഞ് വളരെ കൂളായിട്ട് വഴി കൂടെ ഇറങ്ങി. ഇപ്പോൾ ആളെ പിടിക്കാൻ പേടിയാലോ പോലീസുകാർക്ക് വരെ. പക്ഷെ എങ്ങനെയോ അത് പിടിച്ചു. അവനെ പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു. അവിടെ നിന്ന് ജാമ്യം കിട്ടി. പുറത്തിറങ്ങി കഴിഞ്ഞു നാട്ടിലിറക്കി നിർത്താൻ പേടിയാണ്. പറയാൻ മൂലമറ്റം ഭാഗത്തുള്ളതാണ്. അപ്പം അങ്ങനെ ഇദ്ദേഹത്തെ ഞാൻ എടുക്കേണ്ടി വന്നു. അത് പോലീസാണോ? പോലീസായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളി പഴയ പരിപാടി പിന്നെ തുടങ്ങി. അപ്പോൾ ആൾക്കാർക്കൊരു ഭീതിയാണ്. അപ്പോൾ പക്ഷേ ഏതായാലും നമ്മൾ ആളെ കോടതി ഹാജരാക്കി കേസ് നടത്തി. അടുത്തയിടെ കോടതി അവനെ വെറുതെ വിട്ടു. വെറുതെ വിട്ട് കഴിഞ്ഞപ്പം
സ്വാഭാവികമായിട്ടും പറയും സന്തോഷ് ചേട്ടാ, ഞാൻ കേസ് വെറുതെ വിട്ടാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഒരിടത്തും പോവുകയില്ല. ആ ഒരു ഉറപ്പ് നിന്നെങ്കിലും കോടതി ഇവരോട് ചോദിക്കും, മരിയസ്ഥാനത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല, എനിക്ക് വീട്ടിൽ പോയാൽ മതി. അപ്പോൾ വീട്ടിൽ പോകാം. അതാണ് ഇപ്പോഴത്തെ റൂള്. അപ്പോൾ നമുക്ക് ഒരാളെ കമ്പൽ ചെയ്തോ നിർബന്ധിച്ചോ നിർത്താനൊക്കെ. പക്ഷേ എനിക്കൊരു ഭയങ്കര പേടിയുണ്ടായിരുന്നു, പോയി പഴയതുപോലെയൊക്കെ ചെയ്യുമെന്ന്. പക്ഷെ ഞങ്ങൾ തമ്മിൽ മിക്കവാറും കോണ്ടാക്റ്റ് ഉണ്ട്, ഫോൺ വിളിക്കും. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വരും, പെങ്ങളെ കാണും. മരുന്നിൻ്റെ ലെവല് പിന്നെ പഴയ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സക്സസ്ഫുള്ളായിട്ട് ആളെ നാട്ടിലിറക്കാൻ പറ്റി. ശരി. രോഗമൊക്കെ ഭേദമായി എന്നറിയുന്ന ആളുകളുടെ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടു പോകാൻ വരാറുണ്ടോ? അതോ മിക്കവാറും പേര് ഉപേക്ഷിക്കപ്പെട്ട മട്ടി? മിക്കവാറും ഒരു 80% ഉപേക്ഷിക്കപ്പെടലാണ്. കാരണം ഈ രോഗത്തിൻ്റെ മരുന്ന് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് വേണം. റിലാപ്സ് വരുന്നത് നോക്കി കൊടുക്കാൻ അവിടെ ആൾ വേണം. ഇവർ ഇത് സ്കിപ്പ് ചെയ്യാതെ നോക്കണം. ഇത്രയും ചെയ്താൽ കുഴപ്പമില്ല, വീട്ടിൽ നോക്കാം. പക്ഷെ അത് പലരെ കൊണ്ടും പറ്റിയല്ല. പിന്നെ ഒന്ന് അസുഖം വന്നു, ഒന്നേ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി മെഡിക്കൽ അവിടെ മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലാക്കി, അല്ല കോഴിക്കോട് കൊണ്ടുവിട്ടു. പിന്നെ അല്ല പ്രൈവറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പൈസയുടെ ചിലവ് എക്സ്പെൻസീവ്. പലരും തീർന്നു പോകാറുണ്ട്. ഒരു 10 വർഷം പോലും വേണ്ട, എത്ര കാശുള്ള ആളും നന്നായിട്ട് ചികിത്സിച്ചാൽ തീരാന്നുള്ളൂ. അത്ര എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകുമെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ കൊണ്ടുപോകാറുണ്ട്? ഇന്നിപ്പോൾ ഒരു വർഷം മുമ്പ് കിട്ടിയ ഒരാളെ ഇന്ന് റിലീസ് ചെയ്തു. അത് ഹരിയാനക്കാരനാണ്. പുള്ളിയുടെ ബന്ധുക്കളുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു. മക്കളൊക്കെ ആയിട്ട്. ഈ ഹരിയാനക്കാരൻ എങ്ങനെ ഇവിടെ വന്നേ? ഈരാറ്റുപേട്ട പോലീസാണ് കൊണ്ടിരുന്നത്. പുള്ളി വയലൻ്റായിട്ട് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അല്ല, അതെങ്ങനെ കേരളത്തിൽ വരാൻ കാര്യം? കേരളത്തിൽ വരാൻ കാര്യം പുള്ളി പറയുന്നത് തൊഴിൽ അന്വേഷിച്ച് വന്നതാണ്, ജോലി അന്വേഷിച്ച് വന്നതാണ്. ഇത് നല്ല ശതമാനം ആളുകൾ ഈ ട്രെയിനിൽ കയറിയിരിക്കും. അത് പോകുന്നിടം വരെ എവിടെയെങ്കിലും ഇറങ്ങും, എന്നിട്ട് പിന്നെ അവിടെ നിന്നൊരു നടപ്പാം. ചിലത് ബന്ധുക്കളും ഇങ്ങനെ ട്രെയിൻ കയറ്റി വിടുമെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അത് ഈ കന്യാകുമാരിയിൽ വന്ന് ശേഷകർമ്മം ചെയ്തു പോകുന്നവരുണ്ട്, മെൻ്റൽ പേഷ്യൻസിൻ്റെ. ശരി. അവിടെ വിട്ടിട്ട് അവർ പോകും. അപ്പോൾ അങ്ങനെയാണോ ഈ ഹരിയാനക്കാരൻ ഇവിടെ വന്നത്? അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. ഏതായാലും അവരെ ഇയാളൊരു ഫോൺ നമ്പർ തന്നിട്ട് കോൺടാക്ട് ചെയ്തിട്ട് തിരിച്ചവർ താല്പര്യമുണ്ടെന്ന് മാത്രം പറഞ്ഞു. പിന്നെ അവർ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. പിന്നെ നമ്മൾ പോലീസിലൊക്കെ അറിയിച്ച് NOC വാങ്ങിച്ച് ഒരാളെ കൂട്ടി വീട്ടിലോട്ട് വിടുകയാണ്. കാരണം ആൾ നോർമലാണ്, ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല. മാനസിക രോഗം എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ പോകുന്നതാണല്ലോ ഈ ഡ്രഗ്സിൻ്റെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ളവരെയും അവിടെ വരാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഒരു പയ്യന് കൈ മുറിച്ചിട്ട് അതിൻ്റെ വീഡിയോ ലൈവ് വീണ ജോർജിന് അയച്ചു കൊടുത്തു, മിനിസ്റ്ററിന്. അത് ഏതാ സ്ഥലമെന്ന് പോലും പുള്ളിക്കാരത്തിക്ക് മനസ്സിലായില്ല. പക്ഷേ പുള്ളിക്കാരത്തി അത് പോലീസിൽ എൻ്റെ നമ്പർ കൊടുത്ത് പാലാ CA ഒന്ന് അറസ്റ്റ് ചെയ്ത്, അറസ്റ്റല്ല കൂട്ടിക്കൊണ്ടു മരിയസ്ഥാനത്ത്. പാലാ പ്രദേശത്തായിരുന്നു അത്? പാലാ പ്രദേശത്തായിരുന്നു. ആളിപ്പോൾ വളരെ അത് യൂസ് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. കാരണം നല്ലൊരു. എത്ര നാളുണ്ടായിരുന്നു പുള്ളി അവിടെ? അവിടെ ഒരു 6 മാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു? ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഇവൻ്റെ ഒരു ഇത് ഉപയോഗിച്ചാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ളത് പുള്ളിക്ക് ഒന്ന് ബോധ്യപ്പെട്ട് കിട്ടിയാലേ നടക്കുകയുള്ളൂ. അത് ബോധ്യപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സാമാന്യം കൊള്ളാവുന്ന ഒരു കുടുംബത്തിലെ ഒരാളെ സ്ട്രീറ്റിൽ നിന്ന് വരുന്നവർ കിടക്കുന്ന സ്ഥാപനത്തിൻ്റെ അങ്ങനെ ഒരു സെല്ല് പോലെ പുറത്ത് വരാത്ത രീതിയിൽ താമസിപ്പിച്ചു. അവരത് വല്ലാത്ത ഫീലിംഗ് ആയി. അത് കഴിഞ്ഞ് പോയി പിന്നെ ഒന്നുകൂടെ യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഒന്നും കൂടെ ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് ഞാൻ 2 നിനക്ക് തിരഞ്ഞെടുക്കാം. ഇനി ഇത് തുടരാനാ പരിപാടി ഇവിടെ തന്നെ ആയിരിക്കും, പോകാനാണെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കാം, അതിനുള്ള സപ്പോർട്ടും ചെയ്തു തരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദിവസത്തേക്ക് എത്തുമ്പോഴത്തേക്കും എത്ര ഇത്തരത്തിലുള്ള പേഷ്യൻസും അനാഥരും ഒക്കെ ആയിട്ട് എത്ര പേരുണ്ടാവും അവിടെ? ഒരു 10,000-ന് മേലെ, ഒരു 12-11.5 ഒക്കെ അത്രയും ആൾക്കാരെങ്കിലും വന്നു പോയിട്ടുണ്ട്. 12,000-ഓളം ആളുകൾ വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് അവിടെ ഉള്ളവർ എത്ര പേരുണ്ടാവും? സ്ഥിരം മരിയസ്ഥാനത്തിൽ സ്റ്റാഫ് ഉൾപ്പെടെ 468 പേര് മരിയസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ട്. അതാണോ അതിൻ്റെ മാക്സിമം ഇപ്പം അക്കോമഡേറ്റ് ചെയ്യാവുന്നത്? അത്രേ പറ്റുള്ളൂ. 300 പേർക്കേ ലൈസൻസ് ഉള്ളൂ. ശരി. ബാക്കി വരുമ്പോൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പിന്നെ വേറെ സെൻറ്ററുകളിലെ സപ്പോർട്ട് എടുക്കും. ഇപ്പം ഇന്നലെ തന്നെ ഒരു കുന്നന്താനം കോൺവെൻറ്റിലേക്ക് ഒരു 11 പേരെ മെൻ്റൽ റിട്ടാർഡേഷനുള്ള സ്ത്രീകളെ കൊണ്ടുപോയിട്ടുണ്ട്. ശരി. പിന്നെ ഒരു 20 പേരെ കുഴപ്പമില്ലാത്തവരെ, എല്ലാവർക്കും ഈ കുഴപ്പമില്ലാത്ത ആളുകളെ വേണ്ടത്, അപകടകാരികളല്ല, അങ്ങനെ പല സെൻറ്ററുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടുന്ന് അങ്ങനെ പല സെൻറ്ററുകളിലേക്കും ഇപ്പോൾ ആളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് 10-20 പേരുമായിട്ടൊരു കന്നുകാലി തൊഴുത്തിലാണെന്ന് പറഞ്ഞു, അല്ലെ അതിനെ ഒന്ന് പരിഷ്കരിച്ചെടുത്തതെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് പിന്നെ ഇതിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കിയത് എങ്ങനെയാണ്? വലിയ ഫെസിലിറ്റി വേണമല്ലോ ഇത്രയും ആളുകൾക്ക് താമസിക്കണമെങ്കിൽ. അതെ. അത് ഞാൻ പറഞ്ഞ പോലെ ഈ കിഴക്കേക്കര ജോസേട്ടൻ്റെ തൊഴുത്തും ലോറി ഷെഡും ഞങ്ങൾ താമസിച്ച വീടും പോരാതെ വരികയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ എൻ്റെ സഹോദരിയുടെ വീടിനോട് ചേർന്ന് ഒരു 40 സെൻറ്റ് സ്ഥലത്തോളം വാങ്ങിച്ച് അതിനകത്തേക്ക് ഷെഡുകളുണ്ടാക്കി, പെട്ടെന്ന് ഉണ്ടാക്കി അങ്ങോട്ട് മാറി. അതാ കുന്നിൻ്റെ ചെരുവിലുള്ളത്? ചെരുവിലുള്ള. ഞാനവിടെ വന്നിട്ടുണ്ട്.
ഈ ഷെഡിൽ നിന്ന് മാറിയിട്ട് ഇപ്പം അത്യാവശ്യം ആളുകൾ ഈ പേഷ്യൻസിന് കിടക്കാനൊക്കെയുള്ള അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഇപ്പോൾ ആയിട്ടില്ലേ? ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കയറിവരവെന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞാൽ കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത് സക്കറിയയുടെ ലേഖനം ഇന്ത്യ ടുഡേ വന്നു, പുറകെ വനിത വന്നു, ഇങ്ങനെ പല അങ്ങനെ ഒരു 99 മുതലൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പബ്ലിക് ഒരുപാട് റിലേഷൻ ഉണ്ടായി. ജാക്സൺ എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ്, അദ്ദേഹം ചെമ്പൈ വൈദ്യനാഥ സംഗീത കോളേജിൽ ഗാനഭൂഷൺ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു, പുള്ളിയുടെ ഡയറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഓരോന്ന് കുറിപ്പുകളും എന്നാൽ പാട്ടെല്ലാം അറിയാവുന്ന ഒരാൾ. അപ്പോൾ ആളെ ചികിത്സിച്ച് പല കോഴിക്കോട്, തിരുവനന്തപുരം ഗവൺമെൻറ് സെൻ്ററുകൾ, പൈങ്ങളം ഹോസ്പിറ്റല് ഒരുപാടായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന്. പിറവം അടുത്തായിട്ട് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂർ ഇവരുടെ സഹോദരങ്ങളെല്ലാം വെള്ളൂരെ ചെറിയ പെയിന്റിങ്ങും പരിപാടിയൊക്കെയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇയാൾ സംഗീതം പഠിച്ച ആളാണ്. ഇയാൾ സംഗീതം പഠിക്കാൻ വേണ്ടി ചെമ്പൈ പോയി. ഇയാൾ എങ്ങനെയാണ് കിട്ടുന്നത്? പുള്ളിയെ ഇവർ അവസാനത്തെ ചികിത്സ എന്ന് പറയുന്നത് ഹോമിയോ കോളേജിൽ കൊണ്ടാക്കിയിരിക്കുക. അപ്പോൾ ഭയങ്കര വയലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ കുറിച്ചിൽ ലോക്ക് ചെയ്തിരിക്കുക, അതെ പൂട്ടുണ്ട്. അപ്പോൾ അനുജൻ അങ്ങനെ ഇതറിഞ്ഞ് നമ്മുടെ അടുത്ത് വന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കണം, അവിടെ വരെ പോകാനും അന്വേഷിക്കാനൊക്കെ അങ്ങനെ എടുത്തതാണ്. ഈ ആളെ നമ്മളൊരു ഒറ്റയ്ക്ക് കിടക്കുന്നൊരു മുറി ഒന്നുണ്ടാക്കി പുള്ളി അതിനകത്താണ്. കാരണം എന്നെ ഒരു പ്രാവശ്യം ഇവിടെ വന്നതിന് ശേഷം തല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. വയലൻ്റ് കഴുത്ത് കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ തല്ലുന്നില്ല, കാരണം എൻ്റെ മുഖം എൻ്റെ ജ്യേഷ്ഠൻ ജെയ്സന്റെ പോലെയാണ് എന്ന് പറഞ്ഞ് പുള്ളി ഒഴിവാക്കി. എല്ലാവരും കിട്ടിയാനെ. വേറെ ആളുകളുടെ ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അടിച്ച് താഴെ പിടിച്ചിട്ടുണ്ട് പലരും. അടി കിട്ടിയാൽ നമുക്ക് മനസ്സിലായാലും അടി കിട്ടിയതാന്ന്, പെട്ടെന്ന് സ്പോട്ടിൽ നിലത്ത് കിടക്കുള്ളൂ. അപ്പോൾ മുറിയിലാക്കിയിരിക്കുക. അന്നാണ് നമ്മുടെ ലേബർ ഇന്ത്യ സ്കൂളിൽ നിന്ന് കുട്ടികളായിട്ട് ജോലി സാറ് വരുന്നത്. വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് നമുക്കൊരു കൾച്ചറൽ പ്രോഗ്രാം, ആദ്യമായിട്ട് കൾച്ചറൽ പ്രോഗ്രാം നടത്തുന്നതൊക്കെയാണ്. അപ്പോൾ കിടക്കുന്ന സ്ഥലം കഴുകിയിട്ട് വേണം ഭക്ഷണം കൊടുക്കാൻ, ഭക്ഷണം അവിടെ കഴുകി ഉണക്കിയിട്ട് വേണം അവിടെ ഇരുത്താനും കിടത്താനും. അപ്പോൾ ആ പാടയുള്ള അതിനകത്ത് ഒരു ചെറിയ മീറ്റിംഗ്, ഞങ്ങൾ രണ്ടുപേരും ഓരോ കസേരയിലിരുന്നു, കുട്ടികൾ പാട്ടും ഡാൻസും. ഈ സമയത്ത് ഈ കൗണ്ടർ അതിനകത്തുനിന്ന് ഒരെണ്ണം വരികയാണ്. അതെ, ഈ പിള്ളേർ പാടുമ്പോൾ അതിനകത്തുനിന്ന് മുറിക്കകത്തുനിന്ന് ബാധാപി ഗണപതി കീർത്തനം വാങ്ങി വരുന്നത്. നോക്കിയപ്പോൾ ജാക്സനാണ്. അതിനെ വിളിച്ച് കൊണ്ടുവന്നിരുത്തി പുള്ളി അന്ന് 2 കീർത്തനം പാടി. അതായത് ഇവർ പറയുന്നതനുസരിച്ച് 13 വർഷമായിട്ട് ഒരു ഓർമ്മയില്ലാന്ന് കിടക്കുന്നയാൾ, അയാളുടെ ബ്രെയിനിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ സംഗീതം അതേപടി ഒരടി ഒരു ബാറിന് വ്യത്യാസമില്ലാതെ പിടുകയാണ്. പിന്നെ അത് പുള്ളി അങ്ങനെ തന്നെ നോർമലാകുക. ശരി. പിന്നെ പുള്ളിക്ക് പാടാൻ അവസരം കൊടുത്തോടി പിള്ളേരെല്ലാം കൈയടിച്ചു. പിന്നെ വരുന്നവരുടെ മുമ്പിലെല്ലാം മാതാവി പാടുക. പിന്നെ പഴയ സിനിമാ ഗാനങ്ങൾ ഒരുപാട് അറിയാം, ഇതിൻ്റെയൊക്കെ രാഗങ്ങൾ അറിയാം, എല്ലാം അറിയാവുന്നൊരു മനുഷ്യൻ. അപ്പോൾ പിന്നെ എന്നെ ചേട്ടാ എനിക്കൊരു ഹാർമോണിയം പെട്ടി തരാമോന്ന് വായിക്കാനാണ്. ഞാൻ വാടകയ്ക്ക് പറഞ്ഞു കൊടുത്തു. 2-3 മാസമായപ്പോൾ ആ വാടകക്കാരൻ പറഞ്ഞു, അതിന് നിങ്ങളെടുത്തു, കാരണം മുതലാളിയല്ല വാടക തന്നത്. അപ്പം അങ്ങനെ ജാക്സൺ പെട്ടി അറിയാം, നന്നായിട്ട് ഏത് പാട്ടും വായിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇദ്ദേഹം ഇങ്ങനെ ഇത് വായിക്കുന്നു. അപ്പോൾ ഒരു തബലിസ്റ്റ് ഒരാൾ ഇതുപോലെ കഞ്ചാവ് പിടിച്ചിട്ട് വന്നു, അവനൊരു തബലയും മേടിച്ചു കൊടുത്തു. 2 പേരോട് പിന്നെ കമ്പോസിങ്ങും പരിപാടിയും, 2 പേരും പ്രൊഫഷണൽ ആൾക്കാരാണ്. അപ്പോൾ ഈ സമയത്താണ് ജഗദീഷ് ശ്രീകുമാർ അവിടെ വരുന്നത്, സിനിമാതാരം. 99 കാലത്താണ്. പുള്ളി ഇതുപോലെ ഇത് കണ്ടിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ഇങ്ങനെ വിടരുത്, ഇത് പള്ളിയിലെ പെരുന്നാൾ വരും, പള്ളിയിലച്ഛൻ്റെ അടുത്ത് എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ ഇതിപ്പായിട്ട് അങ്ങനെ എന്നാൽ ഓടിക്കും. പെരുന്നാളിലൊരു 2 പാട്ട്, കലാഭവനൊക്കെ പഠിക്കോട്ടെ, അതിന് മുമ്പ് മരിയസ്ഥാനംകാരൻ 2 പാട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ എന്നിട്ട് പുള്ളി വിളിച്ച് ചോദിച്ചു, പോയോ അന്വേഷിച്ചോ? അപ്പോൾ ഞാൻ ജഗതിയായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞാൻ പോയ പള്ളിയിലച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ പറഞ്ഞോടെ, ഇത് നമ്മളല്ലല്ലോ ചെയ്യുന്ന, പ്രസിദ്ധന്തിയാണ്. പ്രസിദ്ധന്തിയായിട്ട് സംസാരിച്ച് പുള്ളി എന്നെ ഓടിക്കാതെ, ഇതേ നടപടിയുള്ള കാര്യമാണ്, പ്രാന്തന്മാരെ കൊണ്ട് വട്ടം മാറുന്നു അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ ആ മനസ്സിലൊരു വാശിയായിട്ട് കിടന്നു. 2000 അൽഫോൻസാ കോളേജിൽ ആദ്യത്തെ ഗാനമേള. അപ്പോൾ 2-3 പേരെ കൂടെ കിട്ടി. തമിഴ്നാടുകാരൻ വൈറ്റൽ പാട്ട് പാടുന്നൊരു ഷാജി പാടുന്നയാളാണ്. ഏത് തമിഴ് പാട്ടും നന്നായിട്ട് പാടും, വിദ്യാഭ്യാസമില്ല. ഇയാളെ എവിടെ നിന്നാണ് കിട്ടുന്നത്? പുള്ളി പാലാ ടൗണിൽ നിന്ന് വയറെ കൊട്ടി പാടുമ്പോൾ. വയറൊക്കെ കൊട്ടി പാടുന്ന ആളെ കൊണ്ടുപോകേണ്ട കാര്യം അല്ല, പുള്ളി വയലൻ്റ് ആണ്. വയലൻ്റ് എന്ന് വെച്ചാൽ ഈ പാടാത്ത സമയത്ത് അപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ കട കയറി ഇരുന്ന് തരാൻ പറയും, പൈസ കൊടുക്കുക, ഉടനെ അവരവിടെ നിന്ന് എത്തിക്കും. പുള്ളിയുടെ പണിയെന്ന് വെച്ചാൽ ഒരു സിനിമ രജനീകാന്തിൻ്റെ വിജയുടെ ഒക്കെ വന്ന് ആ ടൗണിൽ നിന്ന് ആ പടം പോകുന്നിടം വരെ അവിടെ ആയിരിക്കും പുള്ളി. ആളുകളെടുത്ത് കളക്ഷൻ എടുത്തിട്ട് കണ്ടോണ്ട് അങ്ങനെയാണ് ഈ പാട്ട് പഠിക്കുന്നത്. അപ്പം നമുക്കൊരു നല്ല ദേവുട, അതുപോലെ
പിന്നെ നല്ല നല്ല പാട്ടുകൾ, SP യുടെ നല്ല പാട്ടുകളൊക്കെ പുള്ളിക്ക് അറിയാം. അപ്പോൾ നമ്മുടെ ഗാനമേളയ്ക്ക് ഒരു തമിഴ് പാട്ടുകാരനായി, പിന്നെ ഒരു ഹിന്ദിക്കാരൻ വന്നു, ഹിന്ദി പാടുന്ന ഒരാളായി, പിന്നെ ഒരു പഴയ ഒരു ബ്രാഹ്മൺ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ്. അതൊരു ഭയങ്കര കഥയാണ്. തുടക്കത്തിൽ വന്നതാണ്. ഒറ്റയ്ക്ക് എങ്ങനെയാ ആ കുട്ടി വരുന്നത്? ആ കുട്ടി വരുന്നത് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ട് ഒരു CI കിട്ടിയപ്പോൾ അന്ന് അവിടെ കൊണ്ടാക്കി. ഇത് പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടാക്കണമല്ലോ. പുള്ളിക്കാരി ചെറായി അമ്പലത്തിനടുത്താണ്. ചെറായി അവിടുന്ന് CI ആണോ കൊണ്ടുപോയി? CI ആണ്. CIക്ക് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവള് മാനസിക പ്രശ്നമുണ്ട്. പുള്ളിക്കാരത്തി ആലുവ ബസ് സ്റ്റാൻഡിൽ അന്ന് ഈ കിലുക്കൻ സിനിമ മോഡലിൽ അതിൻ്റെ അകത്ത് രേവതി എന്ന് പറയുന്നത്, ഇതിൻ്റെ പേരും രേവതി എന്നാണ്. കാണാനൊക്കെ മിടുക്കത്തിട്ടുമില്ല. ഒരു കുടയൊക്കെ നിർത്തി വെച്ച് ഒരു സ്കേർട്ടൊക്കെ ഇട്ട് വളരെ നന്നായിട്ടും ബ്യൂട്ടി ആയിട്ടിരിക്കുക. അപ്പോൾ ആളുകൾ ശല്യം ചെയ്യാൻ ചെന്നു. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ട്രാഫിൽപ്പെട്ട് പുള്ളിക്കാരത്തി ഉറക്കം തെളിഞ്ഞ് വരുമ്പോൾ അതൊരു വലിയ ഹോട്ടലിൻ്റെ മുറിയിലായിരുന്നു. ശരി. അങ്ങനെയൊക്കെയുള്ള ട്രാജഡിയൊക്കെ ഉണ്ട്. ആരുടെയൊക്കെ നമ്പരൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇയാൾ ഈ വഴി വെച്ച് കാണുന്നത്. അപ്പോൾ ഇയാൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി ദേവരാജൻ എന്നാണ് സാറിൻ്റെ പേര്. അദ്ദേഹം ഡിവൈനെ കൊണ്ടാക്കി. അവിടെ പുള്ളിക്കാരത്തി ഭയങ്കര ഓവർ സ്മാർട്ടാണ്. വരുന്ന ആളുകളൊക്കെ ഹലോ ഹായ് ഒക്കെ പറഞ്ഞു ഭയങ്കര അച്ഛൻ എന്തൊന്ന് ഒഴിവാക്കണം. അത് പാലക്കാരത്ത് ഒരു കന്യാസ്ത്രീ സിസ്റ്റർ കലിസ്റ്റസ് വഴി ആണ് എനിക്ക് നമ്മൾ മരീസാനത്തി വരുന്നത്. വന്നപ്പോഴൊക്കെ ഈ പാട്ടിൻ്റെ ഇങ്ങനെ ഈ പ്രാക്ടീസും ഹാർമോണിയും ഒക്കെ കേൾക്കുമ്പം രേവതി ഞാൻ പാടും എന്നവരോടും പാടാൻ പറഞ്ഞു. പുള്ളിക്കാരി നല്ലതായിട്ട് തുംസെ മില്ലക്കി തമാനഹ എന്നുള്ള പാട്ട് നല്ലതായിട്ട് പാടും. അപ്പം ഇങ്ങനെ ഫീമെയിൽ വോയിസുമായി. പിന്നെ ഇങ്ങോട്ട് വരവായിരുന്നു റോസലി എന്ന് പറയുന്ന കുന്നൂന്നിക്കാരി ഒരു പെൺകുട്ടിയാണ്. 10 തവണ പുള്ളിക്കാരത്തി കിണറ്റിൽ ആത്മഹത്യക്ക് ചാടിയതാണ്. 98 വരുന്നത്. 98 മരീസാനത്തിൽ വന്നതാണ്. അതിനു മുമ്പാണ് ഈ ചാട്ടം മുഴുവൻ. അതിന് മുമ്പാണ് ഇവിടെ വന്നിട്ട് പിന്നെ ഈ ആത്മഹത്യ പ്രവണത ചെയ്തു. ഒരു പ്രാവശ്യം ആദ്യത്തെ സ്ഥലത്ത് അരിയുമ്പോൾ കിണറ്റിലേക്ക് ചാടി. കിണറ്റിൽ ചാടിയപ്പോൾ ഞങ്ങളെല്ലാം പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞത് ഇതുപോലെ ഒരു മാസമാണ്, ജൂൺ ജൂലൈ മാസം, കിണറ് നിറച്ച് വെള്ളം. പെട്ടെന്ന് അടി പോയ ആളിങ്ങനെ പൊങ്ങി വരിക. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ പറഞ്ഞു ഇപ്പോൾ എന്തോ ആരോ കിണറ്റിൽ ചാടിയല്ലോ, അപ്പോൾ ഒരു വെള്ളത്തിൽ ചാടുന്ന പറഞ്ഞാൽ അല്ലാതെ തേങ്ങായും വീണതായിരിക്കും. പക്ഷേ ചുമ്മാ നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പം ആളിങ്ങനെ പൊങ്ങി വരുന്നത്. ഞാൻ ആ ബക്കറ്റ് എടുത്ത് എറിഞ്ഞിട്ട് അതൊക്കെ എന്നാന്ന് വെച്ചാൽ ഈ മുമ്പേ സന്തോഷ് സാറ് ചോദിച്ചാൽ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ആ സമയത്ത് ആ തൊട്ടിയെടുത്തിട്ട് പിടിക്കിടി റോസലി എന്നിട്ട് ആ ഒരു കമാൻഡിൽ അവൾ കയറി പിടിച്ചു. പിന്നെ എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുമോ, ഞാനിങ്ങനെ വലിച്ച് കപ്പിയൊക്കെ കയറ്റി പൊങ്ങി വരുന്നപ്പം ഒരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളി എൻ്റെ അരക്കൂടിന് കെട്ടിയിട്ട് നേരെ താഴോട്ടിരുന്നു. അപ്പോൾ ഇത് നേരെ മുകളിൽ വന്നു. പിന്നെ വേറെ 2 പേര് അന്നേരം ഉണ്ടായിരുന്നവരെല്ലാം കൂടെ കൂടി പിടിച്ചെടുത്ത് ഹോസ്പിറ്റലാക്കി. ഈ സമയത്ത് എൻ്റെ രണ്ടാമത്തെ മോള് 1.5 വയസ്സ് പ്രായമുള്ളൂ. അവളെ കാണുന്നില്ല. അപ്പടി ടെൻഷനായി. ഇവൾ ഈ കൊച്ചിനെ കൊണ്ടാണോ ചാടി. അപ്പോൾ തന്നെ ഇത് അന്വേഷണങ്ങളും ബഹളവും എല്ലാം നടത്തി കൊച്ചു സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴും ഒരു പഴി പറയുന്ന ആളുകളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്തിനാ ഈ റിസ്ക് എടുക്കുന്നത്? പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ മക്കളെല്ലാം 5 പെൺകുട്ടികളെയും വളർത്തി 3 പേരുടെ കല്യാണം കഴിച്ചു വിട്ടു. ഞങ്ങൾ പിള്ളേർക്കൊന്നും യാതൊരു ദോഷമോ അസുഖങ്ങളോ ഒന്നും വരുത്തില്ല. കാരണം നമ്മുടെ ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മമായത്. ഇങ്ങനെ വീടിനോടനുബന്ധിച്ച് ഇതെല്ലാം വീടിനോട് ചേർന്ന് തന്നെയല്ലേ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇത്രയും കാലം നടന്നതൊക്കെ? അതെ അതെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ ഈ വീടിനോട് ചേർന്ന് പറയുമ്പോൾ ഈ പെൺമക്കളുണ്ട്, അവരിങ്ങനെ വളർന്നു വരുന്നു, അവരുടെ വിദ്യാഭ്യാസം നടക്കുന്നു. അതിൻ്റെ ഒപ്പം അന്ന് 300-400 മാനസിക രോഗികളും അല്ലാത്തവരും രോഗികളും ഒക്കെ ആയി ഇത്രയും ആളുകൾ. ഈ കുടുംബത്തെയും കുടുംബജീവിതത്തെയും ഇത് വലിയ തോതിൽ ബാധിക്കില്ലേ? പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിത വീക്ഷണമൊക്കെ അത് പ്രതിസന്ധിയിലായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് ആദ്യം മകളെ 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പം എനിക്ക് വലിയ പേടിയുണ്ടായിരുന്നു. ഇവളവിടെ ചെന്ന് അപ്പൻ്റെ ജോലി എന്നാന്ന് ചോദിക്കുമ്പം പണ്ട് റബ്ബർ ഉണ്ടായിരുന്നു, എറണാകുളത്ത് ഒരു ചെറിയ കമ്പനി ജോലി ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലല്ലോ ഇപ്പം. കംപ്ലീറ്റ് ഇതിനകത്തായിട്ട് നിൽക്കുമ്പം എങ്ങനെ ജീവിക്കും? ഈ മക്കളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തികം കണ്ടെത്തണം, ഇവർക്ക് എന്തെങ്കിലും കുറവ് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ കുട്ടികൾ പണ്ടൊക്കെ കാലത്തെ പോലെ നിക് നെയിംസ് വിളിയൊന്നും ഇപ്പം ഇല്ല. പണ്ടൊക്കെ എൻ്റെ കാലത്താണ് ഓടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ഇതാക്കും. പക്ഷേ ആ കുട്ടിക്ക് അവൾ 10ാം ക്ലാസ് വരെ സെൻറ്റ് മേരീസിൽ പഠിക്കുമ്പം ഓരോ സ്റ്റാൻഡേർഡിൽ നിന്നും ടീച്ചേഴ്സിൻ്റെ പ്രശംസകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മക്കളെ വളർത്തിയതും ട്യൂഷൻ എടുത്തതും ഒരു പരിധി വരെ ചെറുപ്പകാലം കുളിപ്പിച്ചതുമൊക്കെ ഈ റോസലിയും ഈ സിന്ധുവും ഒക്കെ ആയിരുന്നു. എനിക്ക് ഈ രോഗികളായിട്ട് നമ്മൾ കൊണ്ടുവന്ന ആളുകൾ തന്നെയാണ് ആയിരുന്നു. ഒരു പരിധി വരെ അവരുടെ ഒരു പരിചരണത്തിലാണ് ഇവർ വളർന്നത്. അതുപോലെ ഒരു സംസാരിക്കാത്ത ഒരു മനോജ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യ 99 കാലത്ത് ഇവൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പം
ഇതിന് ചെവി കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല. പക്ഷേ കൊച്ചിൻ്റെ ഒരു ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്, സ്കൂളിൽ പോകുന്നത് കുട്ടികൾ, എൻ്റെ മോള്. അപ്പം വേറെ കുട്ടികൾ പോകുന്ന വണ്ടി. ഇവൻ ഈ മനോജ് എന്ന് പറഞ്ഞ ആളിൽ ഈ ശബ്ദം അറിയാം. ഇവൻ എങ്ങനെയോ ഇവന് കിട്ടും, വൈബ്രേഷൻ വല്ല. ഇവിടെ ഓടിപ്പോയി കൊച്ചിനെ എടുത്ത് ബാഗിൻ്റെ എടുത്തോളം ഇട്ട് നമ്മളെ കൊണ്ട് കാണിച്ചിട്ടൊരു ശരിയാണ് ഇത് ഞാൻ കൊണ്ടുവന്നു. അവരെ കൊണ്ടുവിടുന്നതും പുള്ളിയായിരുന്നു. അങ്ങനെ അവർ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മക്കളുടെ കല്യാണമൊക്കെ ആയി വരുമ്പോഴും ഈ ഒരു പശ്ചാത്തലം അതിനകത്ത് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ചിലത് അങ്ങനെ വരാറുണ്ട്. പക്ഷേ ചിലതെന്ന് വെച്ചാൽ ഈ മാട്രിമോണിയിലൊക്കെ ഇട്ടപ്പം കണ്ടിട്ട് എവിടെ ഈ സ്ഥലം ചോദിച്ചിട്ട് പിന്നെ വിളിക്കാറില്ല. അങ്ങനെ ചിലരെ ഈ എച്ചിൽ വാരി ഹോസ്പിറ്റലിൻ്റെ വാതിൽക്കാന്ന്, ചെറുപുഷ്പ ഹോസ്പിറ്റലിൻ്റെ വാതിൽക്കാന്ന് ശേഖരിക്കണം. അതിൻ്റെ അകത്ത് ഹോസ്പിറ്റലിൽ കഞ്ഞിയുണ്ട്. അത് കുറച്ച് പുള്ളി വാരി തിന്നുകയും ചെയ്യും, പിന്നെ വാരും. ഞാൻ ചെന്ന് അയാളുടെ കൈയുടെ ഇവിടെ കൂട്ടങ്ങ് പിടിച്ചു. പുള്ളിയുടെ കയ്യിലൊരു കിഴക്കെട്ടുമുണ്ട്. പിന്നെ കഴിക്കാനുള്ളത് ശേഖരിക്കുന്നതാണ്. വേസ്റ്റാണ്. ഒരു സ്ത്രീ കൈ പഴുത്ത് പുഴുവരിച്ച് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുക. വെട്ടുകല്ലിന് കെട്ടിയ ഭിത്തി മുഴുവൻ പൊളിഞ്ഞ് കിടക്കുന്നു. ഒരു 10-15 വർഷം മുമ്പ് അതിൽ ഒടിഞ്ഞു പോയൊരു കട്ടില് ഒറ്റയ്ക്ക് കൈ ഇവിടം മുതൽ അങ്ങോട്ട് വലുതായിട്ട് നിൽക്കുകയാണ്. മന്ത് പിടിച്ചു. ഇവിടെ ഒരു വ്രണമുണ്ട്. ആ വ്രണത്തിനകത്തുനിന്ന് ഇതിനകത്ത് മുഴുവൻ പുഴുക്കളാണ്. അവസാനം മനസ്സിലായി ഈ വെയിൻ കൂട്ടി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരുന്നതാണ്. ഒരാളിങ്ങനെ വഴിയെ നടക്കുകയാണ്. ആളെ കണ്ട കുട്ടികളെ പേടിക്കും. കുട്ടികളെല്ലാം മുതിർന്നവർക്കും ഭയം തോന്നും. എന്താ അയാളുടെ പ്രശ്നം വെച്ചാൽ മുടിയെല്ലാം നീട്ടി താടിയൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഞെട്ടും കണ്ടാൽ വണ്ടിയെ കയറുന്നു പോകാമെന്ന് പറഞ്ഞു. പുള്ളി നേരെ ആ തോട്ടിലേക്ക് എടുത്ത് ചാടി. പിന്നെ പുള്ളിയെ കണ്ടില്ല. കുറേ സമയം കഴിഞ്ഞ് വീണ്ടും കറങ്ങി ചെല്ലുമ്പോൾ പുള്ളി റോഡിലിരുന്ന് പത്രം തലയും കുത്തി പിടിച്ചിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അയാളോട് ചോദിച്ചു പേരെന്താണ്? പേരില്ല. വീട് എവിടെയാന്ന് ചോദിച്ചു. വീട് അവിടെയാണ്. വീടിൻ്റെ സ്ഥലം എവിടെയാണ്? അതിനും പേരില്ല. അപ്പനുണ്ട്, പേരില്ല. അമ്മയുണ്ട്, പേരില്ല. ഭാര്യയുണ്ട്. ആർക്കും പേരില്ലാത്തൊരു രാജ്യത്ത് നിന്നാണ് പുള്ളി വന്നെങ്കിൽ. നിങ്ങൾ പേരിട്ടോ പുള്ളിക്കുന്നേ? പേഷ്യൻസ് തന്നെ പേരിട്ടു. അവരുടെ കൂടക്കിടപ്പുകാർ വാറുണ്ണി എന്ന് പേരിട്ടു. ഒരാൾ ഒരു ഹോമിയോ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയെ പോലീസ് പിടിക്കും, കോടതി കേസ് കൊടുക്കും. എന്താ വ്യാജ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അതിനുള്ള ഡിഗ്രി ഒന്നുമില്ല. പക്ഷെ പുള്ളിക്ക് പേഷ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്, കൈപ്പുണ്യമുണ്ട്. കൈപ്പുണ്യമുണ്ട്. പുള്ളി മരിക്കാറായ സമയം നമ്മുടെ ഒരു പ്രവർത്തകനുണ്ട് അവിടെ, സേവ്യർ എന്ന് പറഞ്ഞു. പുള്ളി ചോദിക്കുക, ഡോക്ടറെ മരിക്കാറായി, സമയം തീരാറായി വരികയാണ്, ആരോടെങ്കിലും അറിയിക്കാനോ വല്ലതൊക്കെ ഉണ്ടോ? എനിക്ക് മരണമില്ലടോ എന്ന് പറയുകയും പുള്ളി ആ സെക്കൻഡ് മരിക്കാൻ കൂടെയായിരുന്നു. ഇവരെ രാത്രി ഒരു 2-3 മണി സമയത്ത് വേറൊരു പേഷ്യൻ്റ് ഒട്ടും ബോധമില്ലാതെ വന്ന് ഇവനെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ അവനെ എടുത്തിട്ട് ഒറ്റയേറം കൊടുത്തിട്ട് തല പോയി ഇടിച്ചിട്ട് നേരെ ഊർന്ന് താഴെ തല സർജറി ചെയ്ത് അകത്ത് നല്ല ക്ലോട്ടുണ്ടായിരുന്നു. ആൾ മരിച്ചു.